ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നൊരു സോയ ചങ്ക്സിൻ്റെ റെസിപ്പി ആയിട്ടുണ്ട് ഞാൻ വന്നിട്ടുള്ളത്. ഞാനിന്നോട്ട് ചെയ്യുന്നത് ചില്ലി സോയ ചങ്ക്സ് റെസിപ്പിയാണ്. നമ്മൾ ചില്ലി ചിക്കനൊക്കെ റെഡിയാക്കുന്ന അതേപോലെ തന്നെ നമുക്ക് ചില്ലി സോയയും റെഡിയാക്കി എടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇന്നലെ ഞാൻ ഫ്രൈഡ് റൈസിൻ്റെ റെസിപ്പി ഇട്ടിട്ടുണ്ടായിരുന്നു. അതിന് കോമ്പിനേറ്റായിട്ട് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നത് ചില്ലി സോയയാണ്. ഞാനിവിടെ ഒരു 50 ഗ്രാം സോയ ചങ്ക്സ് എടുത്തിട്ടുണ്ട്. ഇതൊന്ന് വാഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ നല്ല ഹാർഡായിരിക്കും, ഇതൊന്ന് സോഫ്റ്റാക്കി എടുക്കണം. അതിന് വേണ്ടിയിട്ട് കുറച്ച് വെള്ളം തിളപ്പിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് ഒരു 5 മിനിറ്റ് വെയിറ്റ് ചെയ്യുമ്പോഴത്തേനും ഈ സോയ ചങ്ക്സ് നന്നായിട്ട് സോഫ്റ്റായിട്ട് കിട്ടും. അപ്പോൾ സോയ ഒന്ന് സോഫ്റ്റ് ആവാനായിട്ടൊന്ന് വെക്കാം. ഒരു 5 മിനിറ്റ് കഴിയുമ്പോഴത്തേന് നന്നായിട്ട് സോഫ്റ്റായിട്ട് കിട്ടും. ഇതെന്നിട്ട് നന്നായിട്ട് പിഴിഞ്ഞിട്ട് നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുത്തിട്ട് കുറച്ചുകൂടി വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് വാഷ് ചെയ്ത് കളയാം. അതും നന്നായിട്ട് കഴുകിയിട്ട് സോയ നന്നായിട്ട് പിഴിഞ്ഞിട്ട് നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. എന്നിട്ട് അതിലേക്കുള്ള വേണ്ട മസാലകളൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു 1/2 ടീസ്പൂണ് മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഒരു 1/2 ടീസ്പൂണ് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആണ്. അത് 1 ടീസ്പൂണ് ആഡ് ചെയ്ത് കൊടുക്കാം. 2 സ്പൂണ് കോൺഫ്ലവർ ആഡാക്കി കൊടുക്കുന്നുണ്ട്. ഇതിന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അതിന് മുന്നേ ആദ്യമായിട്ടാണ് നിങ്ങൾ എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതിനോടൊപ്പം ഒരു ബെൽ ഐക്കൺ വരും, അതിൽ ക്ലിക്ക് ചെയ്യുക. ഓൾ എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. അല്ലാന്നുണ്ടെങ്കിൽ എൻ്റെ ഇനിയുള്ള വീഡിയോസ് വരുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടത്തില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഓൾ എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുന്നത്. അപ്പോൾ സോയ ചങ്ക്സ് നന്നായിട്ട് മിക്സ് ചെയ്ത് കിട്ടിയിട്ടുണ്ട്. ഞാനിവിടെ കുറച്ച് വലിപ്പമുള്ള സോയ ഉണ്ടോ കിട്ടിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ സോഫ്റ്റായി വരുന്ന സമയം നമുക്കതൊന്ന് 2 പീസാക്കി എടുത്തിട്ടുണ്ടായിരുന്നു. സോയ ഒരു 5-10 മിനിറ്റിനുള്ളിൽ തന്നെ നമുക്ക് മാരിനേറ്റ് ചെയ്ത് ഫ്രൈ ചെയ്ത് എടുക്കാവുന്നതേ ഉള്ളൂ. സോയ ഞാനപ്പോൾ ഒരു 5 മിനിറ്റ് മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതിനുശേഷം അടുപ്പത്തേക്കൊരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. പാൻ ചൂടായിട്ടുണ്ടെങ്കിൽ അതിലേക്കൊരു 2 ടേബിൾ സ്പൂണ് ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഓയിൽ ചൂടായി വന്നിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് സോയ ചങ്ക്സ് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഞാനിവിടെ സോയ ഫുള്ളായിട്ട് തന്നെ ഇട്ട് കൊടുക്കുന്നുണ്ട്. കുഴപ്പമില്ല, പെട്ടെന്ന് തന്നെ റെഡി ആയിട്ട് കിട്ടും. മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് തന്നെ നമുക്കൊന്ന് ഫ്രൈ ആക്കി എടുക്കാം. സോയയുടെ ഒരു ഭാഗം റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. അങ്ങനെ ഒരു ഭാഗം റെഡിയായിട്ട് മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി മറുഭാഗം കൂടി ഒന്ന് റെഡിയായിട്ട് നമുക്കിതൊന്ന് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. അപ്പോൾ സോയ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. അതിനുശേഷം അതേ പാനിൽ തന്നെ നമുക്ക് കുറച്ചുകൂടി ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഒരു 1.5 ടീസ്പൂണ് ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് ഒരു 1/2 ടീസ്പൂണ് വെളുത്തുള്ളി ചെറുതായിട്ട് കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കുന്നുണ്ട്. 3-4 വെളുത്തുള്ളി ഉണ്ടാവും. അതൊന്ന് നന്നായിട്ടൊന്ന് വഴച്ച് കൊടുക്കാം. വെളുത്തുള്ളി ജസ്റ്റ് ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട്. അതിനുശേഷം ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് 1/2 ടീസ്പൂണ് ഇഞ്ചിയാണ്. അതും നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ജിഞ്ചർ ഗാർലിക് ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് സവാളയാണ്. സവാള ഈ ഒരു ക്യൂബ് ഷേപ്പിൽ കട്ട് ചെയ്തെടുത്തിട്ടുള്ളതാണ്. ഒരു മീഡിയം സൈസ് സവാളയാണ് എടുത്തിട്ടുള്ളത്. പിന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ക്യാപ്സിക്കമാണ്. ക്യാപ്സിക്കം വലിയ ക്യാപ്സിക്കം ആണെങ്കിൽ ഹാഫ് ഭാഗം എടുത്താൽ മതിയാവും. അല്ല ചെറുതാണെങ്കിൽ ഫുള്ളായിട്ട് തന്നെ നമുക്ക് എടുക്കാം. അതേപോലെ തന്നെ ക്യൂബ്സായിട്ട് കട്ട് ചെയ്തിട്ടുള്ളതാണ്. ഇത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. സവാളയും ക്യാപ്സിക്കയും നന്നായിട്ടൊന്നും വഴണ്ടി വരേണ്ട കാര്യമില്ല. ജസ്റ്റ് ഒന്ന് വഴണ്ടി വന്നതിന് ശേഷം നമുക്കിതിലേക്ക് സോസുകൾ ഒഴിച്ചു കൊടുക്കാം. ഒരു 2 ടേബിൾ സ്പൂണ് ടൊമാറ്റോ സോസ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഒരു 1.5 ടേബിൾ സ്പൂണ് സോയാ സോസും ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള സോയ ചങ്ക്സും കൂടി ആഡാക്കി കൊടുക്കാം. ഇനി ഇതിൻ്റെ ഗ്രേവി എല്ലായിടത്തേക്കും എത്തുന്ന രീതിയിലൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് 1/4 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്.
ഇനി ഇത് നന്നായിട്ടൊന്ന് തിളക്കാനായിട്ടൊന്ന് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ സോയ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം സാൾട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ സോയാ സോസിൽ സാൾട്ട് ഉള്ളതുകൊണ്ട് പിന്നെ അതുപോലെ തന്നെ സോയ ചങ്ക്സ് ഫ്രൈ ചെയ്തെടുത്ത സമയത്ത് നമ്മൾ സാൾട്ട് ഇട്ടിട്ടാണല്ലോ ഫ്രൈ ചെയ്തത്. അപ്പോൾ സാൾട്ട് വേണമെന്നുണ്ടെങ്കിൽ മാത്രം ആഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഞാനിതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത് സ്പ്രിംഗ് ഒണിയനാണ്. 1-2 ടീസ്പൂണ് സ്പ്രിംഗ് ഒണിയൻ മതിയാകും. ഇനി ഇതൊരു പാത്രത്തിലേക്ക് നമുക്ക് സെർവ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ അടിപൊളി ചില്ലി സോയ ചങ്ക്സ് റെസിപ്പി റെഡി ആയിട്ടുണ്ട്. നമുക്ക് എന്ത് വേണമെങ്കിലായിട്ടും കോമ്പിനേറ്റ് ചെയ്ത് കഴിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി കറിയാണ്. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ റെസിപ്പി ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുക. ഉടൻ തന്നെ ഒരു അടിപൊളി റെസിപ്പിയായിട്ട് വീണ്ടും കാണാം. അതുവരെ ചിൽഡ്രൻ ടേക്ക് കെയർ.